السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അർഹമുർറാഹിമീനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ജീവിതത്തിന്റെ കാര്യത്തിൽ സദാ ആലോചിക്കുകയും അതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യണേ എന്ന് എന്നോടും നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. സർവശക്തനായ റബ്ബ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്നെന്നും നമ്മിൽ നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ വളരെയേറെ സന്തോഷത്തോടുകൂടി വരവേറ്റ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിനെ ദുഃഖപൂർണമായ മനസ്സുമായി പിരിയാനിഷ്ടമില്ലാത്തവർ പിരിയുന്ന പരുവത്തിൽ യാത്രയയക്കുകയാണ്. ഈ വർഷത്തെ ഈ മഹത്തായ പരിശുദ്ധ റമദാനിന്റെ 28ാമത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ അവസാനത്തെ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. സത്യവിശ്വാസികൾ അവരുടെ മനസ്സിന്റെ വേദന റഹ്മാനായ നാഥന്റെ മുമ്പിൽ ഒരാളും അറിയാതെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന അനർഘമായ നിമിഷങ്ങളാണിത്. ഈ ഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളിൽ അവന്റെ മനസ്സ് ഉടക്കി നിൽക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ പരിശുദ്ധമായ റമദാനിന്റെ കഴിഞ്ഞുപോയ എന്റെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്ന പരിശോധന. ആ പരിശോധന തീർച്ചയായും വലിയ ഫലം ചെയ്യും. രണ്ടാമത്, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലെടുക്കേണ്ടുന്ന ദൃഢമായ ചില തീരുമാനങ്ങൾ. കഴിഞ്ഞതിനെപ്പറ്റി പരിശോധന നടത്തി കമ്മികൾ നികത്തി വരും കാല ജീവിതത്തെ ഏറ്റവും
നമ്മുടെ ജീവിതം പരലോകത്ത് പരാജയത്തിലാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രത്യേക സന്ദർഭമാണിത് എന്നാണ് എനിക്ക് ആദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്തുവാനുള്ളത്. എന്താണ് നാം കഴിഞ്ഞ ഇന്നലകളെ കുറിച്ച് ചിന്തിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ അല്ലാഹു വ്രതത്തിന്റെ ഏറ്റവും വലിയ ആത്മാവായി പറഞ്ഞത് തഖ്വയായിരുന്നു. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. തഖ്വയുണ്ടെങ്കിലല്ലാതെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നർത്ഥം. പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ടത് തഖ്വയായിരുന്നു. എവിടെ നോക്കിയിട്ടാണ് തഖ്വ അളക്കേണ്ടത്? എനിക്കും നിങ്ങൾക്കും ഈ മാസം കൊണ്ട് തഖ്വ നേടിയോ എന്ന് പരിശോധന നടത്താനുള്ള എന്ത് ഉപകരണമാണ് നമ്മുടെ കയ്യിലുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് തഖ്വ അളക്കാനുള്ള കേന്ദ്രമെന്ന് അവിടുത്തെ സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് 3 തവണ അവിടുന്ന് പറയുകയുണ്ടായി, ജനങ്ങളെ, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇതാ ഇവിടെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട ചൂണ്ടുവിരൽ തന്റെ നെഞ്ചകത്തേക്കാണ് ചൂണ്ടിപ്പിടിച്ചത്. ചിന്തിക്കുക, അവിടെയാണ് നന്നാവേണ്ടതെന്നർത്ഥം, അവിടെയാണ് മനുഷ്യനിൽ മാറ്റം വരേണ്ടതെന്നർത്ഥം. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ മനുഷ്യൻ മുഴുവനും ദുഷിച്ചു. അതാകുന്നു ഹൃദയമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് അത്തഖ്വ ഹാഹുന അവിടുന്ന് ആ ത്യാപനവും നടത്തിയിട്ടാണ് പിന്നെയും പറഞ്ഞത് ഇതാ ഇവിടെയാണ് തഖ്വ എന്ന്. നമ്മൾ ഓർക്കുക, തഖ്വയുള്ള ഒരു ഖൽബ് അത് സലീമായ ഖൽബാണ്, സുരക്ഷിതമായ ഖൽബാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ അവർക്കല്ലേ രക്ഷയുള്ളൂ. മുത്തഖീങ്ങളിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ അല്ലാഹു തആല അവൻ വളരെ കാര്യഗൗരവത്തോടുകൂടി നമ്മളോട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനാ സന്ദർഭമായി കൊണ്ട് ഒരു വലിയ ആശയം പഠിപ്പിച്ചു. അല്ലാഹുവേ, ജനങ്ങളെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ നീ എന്നെ അപമാനിക്കരുതേ, നീ എന്നെ അപമാനിക്കരുത് റബ്ബേ ലോകരുടെ മുമ്പിൽ വെച്ച് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഏതാണ് ആ നാള് എന്ന് റബ്ബിനോട് മനസ്സ് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഏതാണ് ആ നാള്? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിവസമാണ്. അവിടെ രക്ഷയുള്ളത് ആർക്ക് മാത്രമാണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടെ, സുരക്ഷിതത്വമുള്ള ഹൃദയത്തോടെ, കേടുപാടുകൾ സംഭവിക്കാത്ത ഖൽബോടെ അള്ളാന്റെ മുമ്പിൽ എത്തിപ്പെടാൻ കഴിഞ്ഞവർക്കല്ലാതെ ഒരു നിലക്കും വിജയിക്കാനാവാത്ത ദിവസം റബ്ബേ നീ എന്നെ അപമാനിക്കരുതേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. ഓ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, ഈ അവസരത്തിൽ ഈ പരിശുദ്ധമായ റമദാനിന്റെ 10-28 ദിവസങ്ങൾ കടന്നല്ലോ. ഈ വ്രതം നമ്മുടെ മനസ്സിനെ കഴുകിയിട്ടുണ്ടോ? നമ്മുടെ ഖൽബിനെ എല്ലാ ചെളികളിൽ നിന്നും അത് വൃത്തിയാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ. ആ രോഗങ്ങൾക്കെല്ലാമുള്ള ഔഷധമാണല്ലോ പരിശുദ്ധ ഖുർആൻ. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള രോഗങ്ങൾക്കുള്ള ശമനൌഷധമാണത്. ചിന്തിക്കൂ സഹോദര, നമ്മുടെ ഖൽബ് ശുദ്ധിയായോ? തഖ്വ ഇവിടെയാണെന്നല്ലേ പറഞ്ഞത്? ഇതല്ലേ നന്നാവേണ്ടത്? ഒരു മാസക്കാലത്തെ പരിശീലനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ സലീമായിട്ടുണ്ടോ? അസൂയ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളാണ് സമൂഹം.
വിദ്വേഷം പതഞ്ഞു പൊങ്ങുന്ന ഹൃദയത്തിന്റെ ഉടമകൾ, അതുപോലെ തന്നെ സ്വന്തക്കാരോടും ബന്ധക്കാരോടുമൊക്കെ ഒരു കാരണങ്ങളുമില്ലാതെ എല്ലാ നിലക്കും ബന്ധം വിച്ഛേദിച്ചുകൊണ്ട്, മാതാപിതാക്കളെ അവഹേളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സഹജീവികളുമായിട്ട് ഒന്ന് മുഖത്തു നോക്കി പുഞ്ചിരിക്കാൻ പോലും പിശുക്ക് കാണിക്കുന്ന ഒരു സമൂഹം, ബന്ധങ്ങൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഒരാൾ നന്നാകുന്നത് മറ്റൊരാൾക്ക് കാണാനാവാത്തത്ര മനസ്സിനെ അടക്കി ഭരിക്കുന്ന അസൂയയും പകയും വിദ്വേഷവും, ഇങ്ങനെ ഈ നിലക്കുള്ള ഹസദും അതുപോലെ തന്നെ കിബറും അതുപോലെ തന്നെ വിദ്വേഷവും അതുപോലെ തന്നെ ഒട്ടേറെ അസുഖങ്ങളൊക്കെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുമ്പോ അതിനെയെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കുന്ന നിലക്ക് അല്ലാഹു അതിഥിയെ പറഞ്ഞയച്ചു. പരിശുദ്ധ ഖുർആനാകുന്ന അതിഥി, പരിശുദ്ധ റമദാനാകുന്ന അതിഥി, ഈ രണ്ട് അതിഥികളും അതാ റബ്ബിന്റെ കോടതിയിലേക്ക് മടങ്ങിച്ചെന്ന് എന്താണ് നമ്മെക്കുറിച്ച് പറയാനിരിക്കുന്നത്? നോമ്പും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അത് അള്ളാഹിനോട് സംസാരിക്കുന്നതാണ്. അതിനെ വരവേറ്റ സന്തോഷത്തോടെ യാത്രയച്ചവർക്ക് അനുകൂലമായി അത് സംസാരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ മാസം കഴിച്ചു കൂട്ടിയത്? എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നലകൾ? നമുക്കതോർത്ത് കരയാൻ സാധിച്ചിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം അതാണ്. നമുക്കൊന്ന് കരയാൻ സാധിച്ചോ ഈ പരിശുദ്ധമായ മാസത്തിൽ? മുൻഗാമികളായ ആളുകൾ കരഞ്ഞ് തളർന്ന ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ട സഹോദര നമുക്കൊന്ന് കരയാൻ സാധിച്ചോ? നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഈ ഭൂമിയിലേക്ക് ഇറ്റ് വീണിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണ്ടേ? കാരണം നമുക്കൊക്കേതാ നമ്മെ വിചാരണ ചെയ്യാൻ വേണ്ടിയുള്ള പരലോകനാള് അത് വളരെ അടുത്തു വന്നു നിൽക്കുകയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് അവരുടെ വിചാരണ നാൾ വളരെ അടുത്തുപോയി. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ട് 1400ഓളം വർഷം കഴിഞ്ഞില്ലേ? അന്നും ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇതാ അന്ത്യനാൾ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലാതെ വന്നെത്തിയിരിക്കുന്നു. വിചാരണയുടെ സമയം ആയിട്ട് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അശ്രദ്ധമായി ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നല്ലോ. ആ ഒരവസ്ഥയിലാണോ സഹോദര നമ്മളുള്ളത്? നമ്മെ ഒന്ന് വിചാരണ ചെയ്യേണ്ട മാസമല്ലേ? നമ്മെ നമ്മളൊന്ന് പരിശോധിക്കേണ്ട മാസമല്ലേ? മറ്റൊരാളെ കുറിച്ച് പരിശോധിക്കാനല്ല, മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടാനല്ല. റബ്ബേ, എന്റെ സ്ഥിതി എന്തെന്നോർത്തുകൊണ്ട് ഞാനൊന്ന് വിചാരണ ചെയ്ത് എനിക്കൊന്ന് കരയാനായോ? എന്തെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംഗതികൾ കേട്ടപ്പോ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിനെ അടക്കി ഭരിച്ചപ്പോ വിങ്ങിപ്പൊട്ടിയ മനസ്സുള്ളവരാണ് നമ്മളൊക്കെ. അതേ അവസരത്തിൽ മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ ഞാൻ കിടന്നു കൊടുക്കേണ്ട ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുന്ന് പോലും പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് അടക്കാനാവാത്ത അസഹനീയമായ വേദനയുണ്ടല്ലോ, മരണത്തിന്റെ വേദന കടുത്തതാണല്ലോ എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് കരയാൻ സാധിച്ചുവോ? മലക്കിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കേണ്ട രംഗം, അതുപോലെ തന്നെ അതുമായി വേറെ കാര്യങ്ങൾ. അതാ നമ്മൾ മരിച്ച ശേഷം അതാ നമ്മെ ഒരു കട്ടിലിൽ കിടത്തി ഏറ്റവും വില കുറഞ്ഞ തുണി കൊണ്ട് മൂടിയിടുന്ന രംഗം. നമ്മെ കാണാൻ ആളുകൾ ഓടിക്കൂടിയിട്ട് ആ തുണിയൊന്ന് നീക്കിയിട്ട് മുഖം കാണാൻ വരുന്ന നേരം, അതുപോലെ തന്നെ നമ്മുടെ ജനാസ കുളിപ്പിക്കുന്ന രംഗം, അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ ഏറ്റവും മുന്തിയ വസ്ത്രങ്ങൾ മാത്രം ഉടുത്തു പരിചയമുള്ള ഞാന്റെയും നിങ്ങളുടെയും ഒക്കെ ഈ ചലനമറ്റ ശരീരം ഏറ്റവും വില കുറഞ്ഞ് 3 കഷ്ണം തുണിയിലങ്ങ് നമ്മുടെ സുഹൃത്തുക്കൾ പൊതിഞ്ഞു കെട്ടുന്ന രംഗമോർത്തുകൊണ്ട്, അതുപോലെ തന്നെ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിനെ മറക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ പ്രശ്നമായിരുന്നു, മക്കളുടെ കാര്യമായിരുന്നു, അവരുടെ കാര്യമായിരുന്നു. അങ്ങനെ ഹക്കും ബാത്തിലും നോക്കാതെ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിട്ടുകൊണ്ട് അതാ ആരുമില്ലാത്ത ബൈത്തുദ്ദൂർ
പുഴുക്കള് നിറഞ്ഞു കിടക്കുന്ന, അവര് വരവേൽക്കാൻ കാത്തു നിൽക്കുന്ന ആ ഖബറിടത്തിലേക്കുള്ള യാത്രയോർത്തുകൊണ്ട് കരയാൻ, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി നിസ്കരിക്കുന്ന രംഗമോർത്തുകൊണ്ട്, അതുപോലെ തന്നെ ആ ഖബറിലേക്ക് നമ്മെ അങ്ങ് വെച്ചിട്ട് അവരങ്ങ് പിരിഞ്ഞു പോരുന്ന രംഗം, അവരുടെ മലക്കുകൾ വരുന്ന രംഗം, ചോദ്യോത്തരത്തിന്റെ രംഗം. ആ സമയത്തതാ നല്ലവരായ മനുഷ്യന്മാരാണെങ്കിൽ മലക്കുകൾ അവനോട് പറയുകയാണ്, നം കനൗമത്തിൽ അറൂസ്, നീ നിന്റെ വിവാഹത്തിന്റെ ആദ്യ രാത്രി എത്ര സന്തോഷത്തിലാണ് കഴിച്ചു കൂട്ടിയത്, അതുപോലെ ഖബറിലെ നിന്റെ ഈ രാത്രിയും നീ ഉറങ്ങിക്കോ എന്ന് മലക്കുകൾ പറയാൻ വിശ്വാസം അത്രമാത്രം ആവേശത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെ കേൾക്കാൻ ഭാഗ്യം കിട്ടുന്ന ദിവസം. അതോർത്തുകൊണ്ട് നമുക്ക് കരയാനായോ? അതോർത്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാനായോ? ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാന്റെ കോടതിയിലേക്ക് പോകുന്ന രംഗം, നമ്മുടെ നന്മ തിന്മകളുടെ റിക്കാർഡുകൾ വലതും ഇടതുമൊക്കെ കൈകളിലായിക്കൊണ്ട് വരുന്ന രംഗം, അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ വിയർത്തൊലിച്ചുകൊണ്ട് മനുഷ്യൻ നഫ്സി നഫ്സി, എനിക്ക് എന്റെ കാര്യമാണ് വലുത്, മക്കളെ അവിടെ വേണ്ട, ഭർത്താവിനെ വേണ്ട, ഭാര്യയെ വേണ്ട, പാപ്പയെ വേണ്ട, ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല. അറിയാത്തത് കൊണ്ടല്ല, പരിചയമില്ലാത്തത് കൊണ്ടല്ല. മഹ്ശറിലേക്ക് ഓടുന്ന നേരത്ത്, മഹ്ശറിൽ ഒതുങ്ങി നിൽക്കുമ്പോ യുബസ്സറൂനഹും, എല്ലാവരും പരസ്പരം കാണുകയാണ്, എല്ലാവരും പരസ്പരം അറിയുകയാണ്. ആ ഘട്ടത്തിലതാ അറിയാഞ്ഞിട്ടല്ല, ലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു ഉറ്റമിത്രവും തന്റെ ഉറ്റചങ്ങാതിയെ കൊല്ലങ്ങളോളമായിട്ട്, അതാ വർഷങ്ങളോളമായിട്ട് കണ്ടുമുട്ടിയതല്ലേ, ഒരു വിശേഷം തിരക്കാൻ അവിടെ നിൽക്കുന്നില്ല. ഒരാളും ഒരാളെ കുറിച്ചും ഒന്നും ചോദിക്കുന്നില്ല. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദി ബിബനീഹി വസാഹിബതിഹി റാഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീഹി. മക്കളെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, പാപ്പയെ കൊടുക്കാൻ തയ്യാറാണ്, ഉമ്മയെ കൊടുക്കാൻ തയ്യാറാണ്, ഭാര്യയെ കൊടുക്കാൻ തയ്യാറാണ്, ഭർത്താവിനെ കൊടുക്കാൻ തയ്യാറാണ്. അല്ല, ഈ ലോകത്തെ മുഴുവനും കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എന്തിരുന്നോ? എനിക്കൊന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ആ അവസ്ഥയിലേക്ക് എത്തുന്ന ദിവസം ഓർത്തുകൊണ്ട് ഒരിച്ച് കണ്ണുനീരെങ്കിലും കണ്ണിൽ നിന്നൊഴുക്കാൻ നമുക്ക് സാധിച്ചോ? നമ്മളിപ്പോഴും കളിയിലും വിനോദത്തിലും തമാശയിലുമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിന്റെ അവസാന ഭാഗത്ത് എന്നോടും നിങ്ങളോടും അടങ്ങുന്ന മാനവ സമൂഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹകൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. റബ്ബിന്റെ ചോദ്യം എന്താണെന്നോ? അസിഫത്തിൽ അസിഫ, അതാ ഭയങ്കരമായ ഭീകരമായ വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ദിവസം ഇതാ വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയാനും അതിന്റെ ഗൗരവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. എന്നിട്ടും അല്ലാഹു ചോദിക്കുകയാണ്, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. ഈ വാർത്തകളൊക്കെ കേട്ടിട്ടും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും നിങ്ങൾ എന്തേ ഇപ്പോഴും ഒരാശ്ചര്യവും തോന്നാതെ അതിനെപ്പറ്റി അതൊക്കെ മായയാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ അത്ഭുതം കൂടുകയാണോ? വലാ തബ്കൂൻ. ഇനിയും നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? ഇനിയും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? വലാ തബ്കൂൻ. നിങ്ങൾ കരയാതിരിക്കുകയാണോ? നിങ്ങൾ കരയുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വഅൻതും സാമിദൂൻ. ഇപ്പോഴും എന്നിട്ടും നിങ്ങൾ ഈ ഗൗരവങ്ങളൊക്കെ നിങ്ങൾക്ക് വരാനുള്ളതാണ്. നിങ്ങളുടെ മുമ്പിലൂടെയാണ് പല ജനാസകളും പോയത്. നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് പലരും മരിച്ചുപോയത്. എവിടെ കിടന്നാണ് മരിക്കുക എന്നറിയില്ലല്ലോ. സ്വന്തം കട്ടിലിൽ കിടന്നാണോ? ഏതെങ്കിലും നടുറോട്ടിൽ പെട്ടിട്ടാണോ? എവിടെ വെച്ചിട്ടാണോ? അല്ലാഹു ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ഏത് നിലക്കാണ് മരിക്കുക എന്നോർത്തുകൊണ്ട് ഒന്ന്
കരയാൻ വഅൻതും സാമിദൂന, പക്ഷേ അപ്പോഴും നിങ്ങൾ അശ്രദ്ധയിലാണല്ലോ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അല്ലാഹനെ മറക്കുകയല്ല വേണ്ടത്. ഫസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുവീൻ. വഅബ്ദൂ, നിങ്ങൾ അവനെ ആരാധിക്കുവീൻ. ഇതോർത്ത് കരയാൻ നമുക്ക് സാധിച്ചോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ റമദാൻ നമുക്ക് എന്താണ് നേടിത്തന്നത് എന്ന വിചാരണ ഏറ്റവും പ്രധാനം അതല്ലേ? നമുക്കങ്ങനെ സാധിച്ചോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ ഇനിയും അതാ പരിശുദ്ധ റമദാനിന്റെ ഇനി ഒരു പക്ഷേ ഇന്നത്തെ രാത്രി മാത്രമാണ് നമുക്കുണ്ടാവുന്നത്. നാളത്തെ രാത്രി ഉറപ്പില്ല. 2 ദിവസം അതാ ഇന്നും നാളെയും പകലോടുകൂടി, മറ്റന്നാളത്തെ കാര്യം നമുക്ക് ഉറപ്പില്ല. ആ ഒരവസ്ഥയിൽ ഇതാ വിട പറയാൻ ഈ എത്തിരി മാറി നിൽക്കുമ്പോ ഒന്നൊറ്റക്കിരുന്നു കൊണ്ട് ഇനിയും അള്ളാന്റെ മുമ്പിലൊന്ന് വിങ്ങിപ്പൊട്ടാൻ, അള്ളാന്റെ മുമ്പിലൊന്ന് സങ്കടം പറയാൻ, എല്ലാ ലഹുവുകളിൽ നിന്നും വിനോദങ്ങളിൽ നിന്നും ഒന്ന് മാറി നിന്നിട്ട് അല്ലാഹ് എനിക്ക് എന്റെ നോമ്പ് കൊണ്ട് എന്താണ് നേടിയത്? ഞാൻ രക്ഷപ്പെട്ടവനായോ? ഞാൻ അള്ളാന്റെ മുമ്പിൽ സ്വീകാര്യനായോ? മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമല്ലേ നീ സ്വീകരിക്കുകയുള്ളൂ, അതിന് മാത്രം ഞാൻ യോഗ്യനാണോ? അതോർത്തൊന്ന് കരയാൻ. അങ്ങനെ കരയാൻ സാധിച്ചാൽ ആ കണ്ണുകളെ നരകത്തിൽ സ്പർശിക്കുന്നതല്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹി, അല്ലാഹനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണ്, ആ കണ്ണ് നരകത്തിൽ സ്പർശിക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ഈ അവസരത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കരയേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികൾ അവരങ്ങനെയായിരുന്നു. നമ്മളതാ ഇമാമുമാരുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ ചില ആയത്തുകൾ എത്തുമ്പോ ഇമാമതാ ഓത്തവിടെ നിർത്തിവെക്കുന്നു, ഇമാമിന്റെ കണ്ഠമിടറുന്നു, അതുപോലെ തന്നെ അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്നു. അത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിന് വല്ല സ്വാധീനവും തോന്നുന്നുണ്ടോ? എന്താണ് കാരണം? നമുക്കങ്ങനെയാകാൻ കഴിയുന്നുണ്ടോ? അവർ കേട്ട് കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവതീർണമായ ആയത്തുകൾ കേൾക്കുമ്പോ അതാ നിനക്കവരെ കാണാം, സത്യം മനസ്സിലായി പോയി, അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് വിവരം കിട്ടിപ്പോയി, ഖബറിനെ കുറിച്ച് ചിന്തിച്ചു പോയി, കിതാബ് കയ്യിൽ കിട്ടുന്ന ദിവസത്തെ ഓർത്തുപോയി, അങ്ങനെ തന്റെ ജീവിതത്തെ ഓർത്തുപോയപ്പോ അതാ നിനക്ക് കാണാം, അയ്യുനഹും അവരുടെ കണ്ണുകൾ സത്യം മനസ്സിലായതിന്റെ പേരിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. ഈ പരുവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്താനായോ എന്ന ഒരു പരിശോധനയുടെ സമയമാണിത്. അതുപോലെ തന്നെ ആലോചിക്കണ്ടേ, നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മാസത്തിൽ സ്വതക്ക ചെയ്യാൻ കഴിഞ്ഞുവോ? മിസ്കീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സമ്പന്നനായിരുന്നില്ലല്ലോ, അവിടുന്ന് നമ്മുടേതായ നോട്ടത്തിൽ ഒരു വലിയ ധനാഢ്യനായിരുന്നില്ലല്ലോ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ ജൂതന്റെ വീട്ടിൽ തന്റെ പടയങ്കി ഒരൽപ്പ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പണയപ്പെടുത്തിയിട്ടല്ലേ വഫാത്താകുന്നത്. അങ്ങനത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പോലും സ്വഹാബിമാരെന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങൾ എത്തുമ്പോ അവിടുന്ന് അഴിച്ചു വിട്ടപ്പെട്ട അടിച്ചു വീശുന്ന കാറ്റുപോലെ ഉദാഹരണം തന്നെ ധാരാളമായി ധർമ്മം ചെയ്യുന്നു. നമ്മൾ ആരെങ്കിലും ധർമ്മം ചെയ്യുന്ന നമ്മൾ പറയും അവരെ തൈര് മാത്രം ഉണ്ട്, ഉള്ളത് കൊടുക്കാനല്ലേ പറഞ്ഞത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഒരാളും അറിയാതെ ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും ഭാഗ്യവാന്മാർ. വലതേ കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്തത്ര പരമരഹസ്യമാക്കാൻ വലിയ ഈമാൻ വേണം. ആ നിലക്കെല്ലാം ഒരു പരിശോധനയുടെ നേരമല്ലേ ഇത്? അള്ളാന്റെ കിതാബുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? ആ തിഥി നമ്മെക്കുറിച്ച് എന്താ അള്ളാന്റെ കോടതിയിൽ പോയി പറയാൻ നിൽക്കുന്നത്? പരിശുദ്ധ ഖുർആൻ അള്ളാനോട് സംസാരിക്കുമെന്നല്ലേ? ഓ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ഘട്ടത്തിൽ എനിക്ക് അനുകൂലമായിട്ട് ഈ ഖുർആൻ അള്ളാന്റെ കോടതിയിൽ സംസാരിക്കണമെങ്കിൽ ഈ അതിഥിയെ ഒരിക്കലെങ്കിലും ഞാനൊന്ന് കണ്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ഒന്ന് മുഴുവനായിട്ട് അടിമുതൽ മുടി വരെ എന്റെ ഈ അതിഥിയെ ഞാനൊന്ന് നോക്കിയിട്ട് പോലുമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട
നേരമാണ്. പരിശുദ്ധ റമദാൻ സമാഗതമായിട്ട് പോലും, അതായത് പിരിയാൻ അടുത്ത നേരമായിട്ട് പോലും ഈ ഗ്രന്ഥത്തെ ഒരാവർത്തിയെങ്കിലും ഒന്ന് ഖത്മ തീർത്തിട്ടില്ലാത്ത ദൗർഭാഗ്യവാന്മാരുണ്ടോ? അള്ളാന്റെ കലാമൊന്ന് പഠിക്കാൻ തയ്യാറാവാതെ, അതോടാൻ തയ്യാറാവാതെ, അതൊന്ന് വായിച്ചു നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് തള്ളിവിട്ടിട്ട് നേരം കളഞ്ഞുവെങ്കിൽ ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, ഇനിയും സമയം വൈകിയിട്ടില്ല. ഒരൊറ്റ രാത്രിയെങ്കിലും ഉറപ്പായും അള്ള നമുക്ക് ആയുസ് വരികയാണെങ്കിൽ അതും ഏറ്റവും വിലപ്പെട്ട രാത്രിയാണ്. ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് 29ാമത്തെ രാവാണ്. അവസാനത്തെ 10-ലെ ഒറ്റയായി വരുന്ന അവസാന രാത്രിയാണ്. ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കാവുന്ന രാത്രിയാണ്. തൊഴിലാളികൾ പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമ്പൂർണമായി കൂലി കിട്ടുന്നത് പണി കഴിഞ്ഞ അവസാന ദിവസത്തെ അവസാന സമയത്തിലാണ്. ഒരുപക്ഷേ ഈ ഒരു മാസക്കാലത്തെ അധ്വാനത്തിന്റെ മുഴുവൻ പ്രതിഫലവും മഹാഭാഗ്യവാന്മാർക്ക്, മഹാന്മാർക്കതാ അള്ള ഒരുപക്ഷേ ഇന്നത്തെ രാത്രിയിലാണ് കൊടുക്കുന്നതെങ്കിലോ ഉറങ്ങാൻ സമയമുണ്ടോ നമുക്ക്? എങ്ങനെ നമുക്ക് ഉറങ്ങാൻ കഴിയും? നമ്മൾ അതിന് മാത്രം യോഗ്യരാണോ? എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും? വെറുതെ ഇരുന്നുറക്കമിളക്കലല്ലോ. റബ്ബിനോടൊന്ന് പറയണ്ടേ, കരഞ്ഞു പറയണ്ടേ, ഒന്ന് തിരുത്തൽ ജീവിതത്തിൽ വേണ്ടേ? വെറുതെ ഇരുന്ന് കരയുകയാണോ? അല്ല, നാളത്തെ കാര്യത്തിലെ തീരുമാനത്തിനും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഇന്നലെകളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. അതുപോലെ ഭാവിയെ കുറിച്ച് ദൃഢനിശ്ചയം എടുക്കേണ്ട നേരമാണ്. കാരണം ഈ റമദാൻ കൊണ്ട് ഞാൻ ശുദ്ധനായോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് ഇനി വരും നാളുകളിലൂടെയാണ്. ഞാൻ ശുദ്ധിയായോ ഇല്ലേ എന്നത് എന്റെ ജീവിതം പറയും. എന്റെ ജീവിതം പറയും, നിങ്ങളുടെ ജീവിതം പറയും നിങ്ങൾ ശുദ്ധിയായോ ഇല്ലേ എന്ന്. അത് ശവ്വാലിന്റെ അമ്പിളിക്കീർ ദൃശ്യമാകുന്നത് മുതൽ നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് പറയും. ആ ഒരവസ്ഥയിൽ മനുഷ്യനതാ നാളേക്കുള്ള തീരുമാനം വരും. ദിവസങ്ങളിലേക്കുള്ള തീരുമാനം എന്താണ്? അല്ലാഹുവേ, നിനക്ക് പൊരുത്തമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കലാണ് തഖ്വ. അതാണ് ഞാൻ ശീലിച്ചത്. നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റിവെച്ച പരിശീലനമാണ്. അതുകൊണ്ട് തന്നെ ആ പൊട്ടിക്കാൻ വേണ്ടി ചെകുത്താന്മാരതാ എല്ലാ വലയും വീശി രംഗത്താണ്. അതുകൊണ്ട് ഈദിന്റെ സുദിനത്തിൽ നിങ്ങളുടെ തഖ്വ തകർത്തിക്കളയാൻ വേണ്ടി പല നൈറ്റുകളും പല രാവുകളും പല ആളുകളും ഇതാ സംഗീതത്തിന്റെ പല ലോകത്തെയും ആളുകൾ അതാ ഇറങ്ങിക്കഴിഞ്ഞു, എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മോമിനെ, അള്ളാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് പ്രാർത്ഥിച്ച നാവുകളല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി ഉറക്കമിളച്ച കണ്ണുകളല്ലേ? അള്ളാന്റെ കലാമും ഉപദേശങ്ങളും കേൾക്കാൻ കാതോർത്ത കാതുകളല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചപ്പോഴും ചൂടുന്നത് പോലെ തന്നെ മറ്റൊന്നും വകവെക്കാതെ നിൽക്കേണ്ടടുത്ത് ദീർഘമായി നിന്നവരല്ലേ നമ്മൾ? അതേ അവയവങ്ങളുള്ള ഈ ശരീരവുമായിട്ട് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കേന്ദ്രത്തിലേക്ക് എന്തിന്റെ പേരിലാണെങ്കിലും ഈദാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് പോയി കൊടുക്കരുതേ. ഈമാനുള്ള സർവ്വമുഅ്മിനീങ്ങളോടും പറയട്ടെ, നേടിയ തഖ്വ തകർക്കാൻ ഒരൊറ്റ സെക്കൻഡേ വേണ്ടൂ. എന്തും കെട്ടിപ്പടുക്കാനാണ് വർഷങ്ങളുടെ താമസമുള്ളത്, തകർക്കാൻ സെക്കൻഡുകളെ വേണ്ടൂ. തകർത്തു പോകരുത്. തകർക്കാൻ ആളുകളുണ്ടാകും, തകർക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ടാകും, നിങ്ങളുടെ മനസ്സിനെ പ്രലോഭിപ്പിക്കാൻ ആളുകളുണ്ടാകും. യുവാക്കളെ, ചെറുപ്പക്കാരെ, അല്ലാഹുവിനെ മറന്നു പോകരുത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം മരണം വരെ. അത് റമളാനിൽ മാത്രമല്ലല്ലോ, ഏത് കാലത്തും നമ്മെ നോക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ, ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കണം. അതിന് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ അതിന് കാരണമാകണം. അങ്ങനെ നമ്മെ കുറിച്ച്, ഇന്നലകളെ കുറിച്ച് ഓർത്ത് തിരുത്താൻ, ഇനി വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള ചില ദൃഢനിശ്ചയങ്ങൾ എടുക്കാൻ നമുക്ക് ഈ വരും നാളുകൾ, വരും സമയങ്ങൾ ഏറ്റവും കൂടുതൽ അതിന് അർഹമാകുന്ന നിലക്കാക്കി തീർക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. നന്നായി അധ്വാനിക്കൂ. തഖ്വയാണ് ഏറ്റവും പ്രധാനമെന്ന് അവിടുന്ന് പറഞ്ഞില്ലേ? നല്ല കാര്യങ്ങളിലേക്ക് മത്സരിക്കൂ ജനങ്ങളെ. എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളിലും നമുക്ക് റബ്ബാണുള്ളത്. ആ ഒരു റബ്ബിനെ ഓർത്തുകൊണ്ട് അവനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അൽ കയ്യിസു മൻ ദാന നഫ്സ
നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ നത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഥാർത്ഥത്തിൽ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് വേണ്ട പരിഹാരങ്ങൾ കാണുന്നവനാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ നീറുന്ന മനസ്സുകളുടെ ഉടമകളായാണ് നമ്മൾ ഈ പള്ളിയിലെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, അത് പടച്ച റബ്ബാണ് അറിയുന്നത്. അത് അളക്കാൻ അല്ലാഹനെ കൊണ്ടല്ലാതെ കഴിയില്ല. ആ വിങ്ങൽ നമുക്ക് നാളെ പരലോകത്ത് പ്രയോജനപ്പെടണം. അതിന് നമുക്ക് അല്ലാഹനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ശുദ്ധരാവണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ സദാ ഏർപ്പെടണേരിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അർഹമുർ റഹീമീനായ നാഥൻ. യഥാർത്ഥ മുത്തഖീങ്ങളായിക്കൊണ്ട് ഈ മാസത്തോട് വിട ചോദിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ പള്ളിയിലില്ല, പലരും നമ്മുടെ കുടുംബത്തിലില്ല. നമുക്ക് അടുത്ത വർഷത്തെ റമദാനിൽ ഹയാത്തിൽ ഉണ്ടാകാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. ഇനി ഹയാത്ത് അല്ലാഹ് തരികയാണെങ്കിൽ തന്നെ ആഫിയത്ത് ഉണ്ടാകുമോ എന്നറിയില്ല. നമുക്കതിന് കഴിയുമോ എന്നറിയില്ല. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടുന്ന ആ ഒരു ബേജാറും ഒരു വിഷമവും നമ്മുടെ മനസ്സിനെ എപ്പോഴും നന്നാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. എപ്പോഴും വിട പറയാവുന്ന ഒരു പരുവം, എപ്പോ റബ്ബ് വിളിച്ചാലും ഉത്തരം കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം, നമ്മൾ വളരണം. നമ്മുടെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണിത്. നമ്മൾ ഓർക്കുക, നമുക്കിനി ഇതുപോലെ ഒരു വർഷം കാത്തിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമോ? തന്നാൽ തന്നെ ഇവിടെ എത്താൻ കഴിയുമോ? നമുക്കതിനുള്ള ആരോഗ്യമുണ്ടാകുമോ? അറിയില്ലല്ലോ. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാ പാപങ്ങളെ ശ്രദ്ധിച്ചും നമ്മൾ പറയുക, അർഹമുർ റഹീമീനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണം ഈമാനോടുകൂടിയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. റഹ്മത്തുർ റഹീമീനായ നാഥ, ഖബറിൽ ഞങ്ങളെ വെച്ച് ഞങ്ങളുടെ സഹപാഠികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാര്, കൂട്ടുകാർ പിരിഞ്ഞു പോരുന്ന നേരത്ത് നിന്റെ മലക്കുകളുമായിട്ടുള്ള ആ ചോദ്യോത്തര വേളയിൽ നാഥ, അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നല്ല ധൈര്യം നൽകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിലക്ക് ധൈര്യം നൽകപ്പെടുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥ. ഈ ലോകത്തോട് വിട പറയുന്ന സമയം ഏറ്റവും നല്ല സമയമാക്കി മാറ്റണേ നാഥ. നിന്റെ മലായിക്കത്തുകൾ കാണിച്ചു തരുന്ന നല്ലതായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതാ യഥാർത്ഥത്തിലുള്ള ആത്മാവേ, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തുൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നല്ല സമാധാനമടഞ്ഞ ആത്മാവേ, പുറത്തേക്ക് വന്നോളൂ, തൃപ്തിയോടെ വന്നോളൂ, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയപ്പെടും മഹാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, സാധുക്കളായ ദോഷികളായി നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥ. നിന്റെ ഈ പവിത്രമായ മാസത്തിന്റെ ഓരോ രാവുകളിലും കോടാനുകോടി ജനങ്ങളെയാണ് നീ നരകത്തിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലിസ്റ്റിൽ അല്ലാഹുവേ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. കത്തിയാളുന്ന നരകത്തി സഹിക്കുന്നത് പോയിട്ട് ഒരല്പനേരത്തെ ചൂട് താങ്ങാനാവാത്തവരാണ് അല്ലാഹുവേ ഞങ്ങളെ നീ നിന്റെ മഹ്ശറിൽ ആ നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം നാഥ. ഞങ്ങൾക്ക് നീ തഖ്വ തരണം നാഥ. ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമയുണ്ടാകുന്ന കാഴ്ചകൾ മാത്രമുണ്ടാകണേ നാഥ. അവരൊരിക്കലും വഴിവിഴച്ചു പോകുന്ന ഒരു ദുരന്തം കാണേണ്ടി വരരുത് റബ്ബേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്തങ്ങളിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, മാനസിക രോഗങ്ങളിൽ നിന്ന്, ഭ്രാന്തിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, മറ്റെല്ലാ മോശപ്പെട്ട സുഖങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. ആരൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങൾ നടത്തിയാലും, ഏതൊക്കെ വശീകരണ കർമ്മങ്ങൾ നടത്തിയാലും ഒരിക്കലും തഖ്വയിൽ നിന്ന് വ്യതിചലിക്കാതെ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് സമയത്തും നിലനിൽക്കാൻ നാഥ നീ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ. അർഹമുർ റഹീമീനായ നാഥ, ദീർഘമായി ഞങ്ങൾ നമസ്കരിച്ചവരാണ്, നിന്റെ ഖുർആൻ ഓതിയവരാണ്, ക്ഷീണം സഹിച്ചവരാണ്, ദാഹം സഹിച്ചവരാണ്, വിശപ്പ് സഹിച്ചവരാണ്. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് ഉറക്കമിളച്ചതല്ലാതെ ഒന്നും അവർക്ക് കിട്ടിയില്ല. എത്രയെത്ര നോമ്പുകാരാണ് വിശപ്പും ദാഹവും അല്ലാതെ ഒന്നും അവർക്ക് നേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയകറ്റപ്പെടുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നിന്ന് നാഥാ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. എന്ത് തന്നെ പോരായ്മകൾ സാധുക്കളായ
തെറ്റുകളായ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും അർഹമർ റഹീമീനായ നാഥ, ഗഫൂർ റഹീമായ നാഥ, യാ റഹീം യാ വദൂദ് യാ മലിക്കൽ ജബ്ബാർ, അർഹമർ റഹീമീനായ നാഥ, ഈ വേദി വിട്ടുപിരിയുന്നതിന്റെ മുമ്പേ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. മുത്തഖീങ്ങളിൽ നിന്നല്ലാതെ സ്വീകരിക്കില്ലെന്ന് നീ അറിയിച്ചിട്ടുണ്ടല്ലോ. തഖ്വയുള്ള മനുഷ്യരായിക്കൊണ്ട് ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ സൗഭാഗ്യം നൽകണേ നാഥ. അർഹമർ റഹീമീനായ നാഥ, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്, ഞങ്ങൾക്ക് വെളിച്ചം പകർന്ന് ഞങ്ങളുടെ വന്യരായ ഗുരുനാഥന്മാരുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് ദീനിന്റെ വെളിച്ചം പകർന്നു തരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്. നാഥ, നീ എല്ലാവർക്കും സൗഭാഗ്യം നൽകണേ, മഗ്ഫിറത്ത് നൽകണേ നാഥ, അനുഗ്രഹം നൽകണേ നാഥ, ആരോഗ്യം നൽകണേ നാഥ, ആഫിയത്ത് നൽകണേ നാഥ. സർവശക്തനായ റബ്ബേ, നിന്നെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാഥാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ലോകം മുഴുവൻ വലിയ സഭകൾ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, വേദനിപ്പിക്കാത്ത ഹൃദയങ്ങൾ ആർക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. റഹ്മർ റഹീമീനായ നാഥൻ തൗഹീദിൽ നമ്മെ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും നാഥൻ തുണയാകുമാറാകട്ടെ. റഹ്മർ റഹീമീനായ നാഥ, സാധുക്കളാണ്, പാപികളാണ്, നീ ഞങ്ങളെ സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.